ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ പ്രാപ്തിയാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈൻ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ ഉടമ്പടി ഇവിടെ ആകുന്നതിന് മുമ്പും ഞാനിവിടെ വന്നിട്ടുള്ള ആളാണ്. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മുമ്പ് സേവനം ചെയ്ത ഇടവകയിലെ ഒരു ഇടവകാംഗം എൻ്റെ ചേച്ചിയുടെ വീട് അവിടെയാണ്. അപ്പോൾ ആൾ പറഞ്ഞിട്ട് ഞങ്ങൾ മുമ്പും ഇവിടെ ഞാൻ പ്രാർത്ഥനയ്ക്കും മെസ്സേജ് എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഈ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഒരു നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് എല്ലാം പ്രാർത്ഥിച്ചൊക്കെ പോയി. ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നാമത്തെ പ്രശ്നം, എനിക്ക് ഒരു വീടില്ലായിരുന്നു. ഞാൻ ഒരു 6 വർഷത്തോളമായി ഞാനൊരു വാടക വീട്ടിലാണ്. പിന്നെ എൻ്റെ മക്കൾക്ക് സ്ഥിരമായിട്ടൊരു ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങി. സ്ഥലം വാങ്ങിക്കുമ്പോൾ പക്ഷേ ഞങ്ങൾക്ക് സ്ഥലത്ത് അങ്ങനെ കൂടുതൽ അടുത്തുള്ള സ്ഥലം തന്നെയാണെങ്കിലും അറിയില്ലായിരുന്നു. ഇങ്ങനെ 2 സ്ഥലത്ത് അവിടെ ഒരു 40 സെൻറ്റ് സ്ഥലം വിൽക്കാനിട്ടിരുന്നതിൽ നിന്ന് കുറച്ചാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ അവിടെ 2 കിണർ അവർ കുത്തിയിരുന്നു 2 സ്ഥലത്തായിട്ട്. അവിടെ വെള്ളം കിട്ടില്ല. അപ്പോൾ പുറത്തൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം കിട്ടാത്ത സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് അത്രയ്ക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ കിണർ കുത്തിയാലും വെള്ളം കിട്ടില്ല എന്നുള്ളൊരിത്. നിറച്ച് പാറ മാത്രമായിരുന്നു കിണർ കുത്തിയപ്പോഴൊക്കെ അവർക്കുണ്ടായത്. 2ഉം ബോർവെല്ലും നോക്കി അവർ മൂടുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് ഉടമ്പടിയിൽ അത് ആദ്യമായിട്ട് വെച്ചിരുന്നു. അപ്പം മാതാവിനോട് എന്നും പ്രാർത്ഥിക്കായിരുന്നു. ഉടമ്പടിയിൽ വെച്ചിട്ട് കിണർ കുത്തുന്നതിന് മുമ്പ് ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വീടൊക്കെ വിറ്റ് വാടകയ്ക്കായത്. കിണർ കുത്തി തുടങ്ങിയപ്പോൾ തന്നെ ഈ കിണർ കുത്തുന്ന ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഇത് മണ്ണൊട്ടും ഇല്ല, ഒരു കോല് മണ്ണുണ്ടായിരുന്നുള്ളൂ. പിന്നെയൊക്കെ ബ്രേക്കർ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് മൊത്തം കുത്തിയത്. അപ്പോൾ കൊച്ചു കട്ടി കുറഞ്ഞ പാറകളായിരുന്നു. അപ്പോൾ പാറ മുഴുവൻ പൊട്ടിക്കാൻ അവർ പണിക്കാർക്ക് ഇത്തിരി ഇതൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ദിവസവും പണിക്കാർ പോയതിന് ശേഷം ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ എന്നും കേൾക്കുമായിരുന്നു. ഇതിനു മുമ്പും ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് അച്ഛൻ്റെ ധ്യാനവും ഇതെല്ലാം ഞാൻ എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഉണ്ടായ സാക്ഷിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര വിശ്വാസത്തിലായിട്ടാണ് ഞാൻ കിണർ കുത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഉപ്പൊക്കെ ഇടുമായിരുന്നു. പണിക്കാർ കയറി പോകുമ്പോൾ എല്ലാ ദിവസവും കിണറിൻ്റെ ഉള്ളിൽ ഉപ്പൊക്കെ ഇട്ട്. എല്ലാവരും പറഞ്ഞു കിണർ വെറുതെ കുത്തുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ മൂടേണ്ടി വരും, വെള്ളം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ഞാൻ എന്തായാലും കുറച്ച് വിശ്വസിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഒരു 8.5 കോലൊക്കെ ആയപ്പോഴത്തേനും പാറ അങ്ങനെ പൊട്ടിച്ച് വന്ന് ഞങ്ങൾക്ക് വെള്ളം കിട്ടി. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള എല്ലാവരും പറഞ്ഞു ഇവർ ഈ സ്ഥലം വാങ്ങിക്കുന്നത് വെറുതെയാണ്, ഇവർക്ക് വെള്ളം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് ആദ്യമായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾക്കൊരു വീട് ഇല്ല എന്നുള്ളൊരു സ്വപ്നം മാത്രമായിരുന്നു വീട്. കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് ഞെരുക്കത്തിലായിരുന്നു. എൻ്റെ മോനാണെങ്കിൽ ഒരു നല്ല സ്ഥിരമായിട്ടൊരു ജോലിയില്ല. എൻ്റെ മരുമകൾ നഴ്സാണ്. അപ്പോൾ അവൾക്ക് പുറത്ത് എവിടെയെങ്കിലും UK-ലേക്കൊക്കെ പോകാനുള്ള എക്സാമൊക്കെ എഴുതി പാസ്സായി നിന്നിരുന്നു. പക്ഷേ ശരിയായില്ല. 3-4 ഏജൻസികളോടും പറഞ്ഞു, അവർക്ക് പൈസയൊക്കെ കൊടുത്തു. ആ പൈസയൊക്കെ നഷ്ടപ്പെട്ടതല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പോകാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്കും അത്ര വലിയ വിശ്വാസമൊന്നും മാതാവ് പ്രാർത്ഥിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവർക്കെല്ലാം ഭയങ്കര വിശ്വാസം പ്രാർത്ഥനയൊക്കെ ആയത്. അങ്ങനെ മോളോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ അവൾ നിയോഗം വെച്ചു, ഞാനും വെച്ചിരുന്നു. പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഏജൻസി പോലും ഇല്ലാതെ, ഏജൻസി എന്ന് വെച്ചാൽ ഒരു വ്യക്തി മാത്രം, അവളുടെ ഒരു സുഹൃത്ത് വഴിയായിട്ട് അവൾക്ക് UK-യിൽ പോകാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ 10 മാസത്തോളം ജോലിയില്ലാതെ നഴ്സായിരുന്നിട്ട് പോലും അവൾക്കൊരു ഹോസ്പിറ്റലിൽ പോലും ജോലി കിട്ടി. ഗൾഫിൽ കുറച്ച് നാളായിരുന്നു, അതിൻ്റെ ഗ്യാപ്പ് വന്നുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ജോലിയില്ല, നാട്ടിൽ വന്നിട്ട് ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് UK-യിൽ പോകാനിങ്ങനെ ഒരു അവസരം കിട്ടിയത്. അങ്ങനെ ഒരു ഭർത്താവിനും എൻ്റെ മോനും കുഞ്ഞിനോടൊപ്പം പോകാൻ പറ്റി. അതോടൊപ്പം തന്നെ എൻ്റെ മോളൊരു നേഴ്സല്ലായിരുന്നു. എൻ്റെ മോള് ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു.
അപ്പോൾ അവളിങ്ങനെ പറയുമായിരുന്നു പുറത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റിയാൽ നന്നായിരുന്നു, ഇങ്ങനെ IELTS എക്സാമൊക്കെ എഴുതണമെന്ന് പറഞ്ഞിരിക്കലേ ആണ് ഈ സുഹൃത്ത് വഴിയായിട്ട് മരുമകൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അവൾ പറഞ്ഞിങ്ങനെ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ടുപേരും എൻ്റെ 2 മക്കളും അവരുടെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ചാണ് UK പോയത്. അവരിപ്പോൾ UK എത്തിയിട്ട് 1 വർഷമാകുന്നു. അത് മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. ഉടമ്പടിയിൽ വെച്ച് മകൾ ഉടമ്പടി ഇവിടെ വന്നെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് അവർക്ക് അനുഗ്രഹം കിട്ടിയതെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോൻ അതിനിടയ്ക്ക് ഒരു ട്രാവൽ ഏജൻസിയൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷേ നല്ല ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഉയർച്ചയായി, ഞങ്ങൾക്ക് കുറച്ചൊക്കെ പൈസയും സാമ്പത്തികമൊക്കെ ആയി തുടങ്ങിയായിരുന്നു. അത് പിന്നെയാണ് ഒരു UK പോയത്. അപ്പോഴും ഞങ്ങളുടെ വീട് എന്നുള്ള സ്വപ്നം ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ഒരു ലോണിന് വേണ്ടി ഞങ്ങൾ 2-3 ബാങ്കുകളൊക്കെ സമീപിച്ചു. പക്ഷേ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കാണിക്കാനില്ലാത്തത് കൊണ്ട് ബാങ്കുകാരും ലോൺ തരില്ല എന്നുള്ള മട്ടൊക്കെയായിരുന്നു. ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ വീണ്ടും ഈ വീടിൻ്റെ കാര്യം തന്നെ വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീട് പണിയാനൊരവസരമൊക്കെ മാതാവ് തന്നെ ഉണ്ടാക്കി തന്നു. ഞങ്ങൾക്ക് ലോൺ പിന്നെ പാസ്സായി കിട്ടി. അങ്ങനെ ഒരു ചിട്ടി കുറികളുണ്ടായിരുന്നു, അതൊക്കെ വിളിക്കാനും എടുക്കാനും ഒക്കെ പറ്റി. ഇപ്പോൾ വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മോളുടെ കുഞ്ഞ് അധികം സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ മോൾ അതിന് 4ാമത്തെ വയസ്സിൽ അവനെ സ്കൂളിലാക്കാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഈ കുട്ടി പേര് പോലെ അവൻ പറയില്ല, അവനിങ്ങനെ കുമ്പിട്ട് നിൽക്കുള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ അവന് അഡ്മിഷൻ അവൻ പഠിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൾ പറഞ്ഞു സംസാരിക്കാത്ത കുഞ്ഞിനെ ഇവിടെ അഡ്മിഷൻ തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി എടുക്കാമെന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, മാതാവിനോട് നേർച്ചയായിട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഉടമ്പടി എടുത്തേക്കാൻ നേർന്ന് പ്രിൻസിപ്പളിനെ സമീപിച്ച് പറഞ്ഞു, ഞങ്ങളിന്ന് കുട്ടി സംസാരിക്കും, 2 ആഴ്ചയെങ്കിലും അവന് പരിചയമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അഡ്മിഷൻ അവിടെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ കുട്ടീനായിട്ട് ഇവിടെ വന്നു. മോളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ അച്ഛൻ്റെ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ കുട്ടി അധികം ഇങ്ങനെ പേടിയൊന്നുമില്ലാതെ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അവൾക്ക് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ സ്കൂളിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവളൊരു യോഗ്യതാ പരീക്ഷകളൊന്നും ഇല്ലാതെ തന്നെ അവൾക്കും UK പോകാൻ ഭർത്താവിനോടും കുഞ്ഞിനോടും ഒപ്പം അവരിപ്പോൾ UK അതിനുള്ള അനുഗ്രഹം മാതാവ് തന്നു. പിന്നെ ഉടമ്പടി തൈലം ഞാൻ അവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളിലൊന്നും എനിക്ക് കുളി കഴിഞ്ഞിട്ടായാലും ഭയങ്കര ചൊറിച്ചിലായിരുന്നു, മേലും മുഴുവൻ ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ മരുന്നുകളൊക്കെ ഇങ്ങനെ പുരട്ടിയാലൊന്നും കുറവ് ഇങ്ങനെ തോന്നിക്കാറില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അത് തന്നെ പോകണം. ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു, എനിക്ക് അത്രയ്ക്ക് മാറുന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി തൈലം എല്ലാം ഞാനെടുത്ത് തൊട്ട് പ്രാർത്ഥിച്ചൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ ഒരു 3-4 ആദ്യത്തെ ഉടമ്പടിയൊക്കെ പുതുക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല, അല്ലാതെ തന്നെ എനിക്കത് അസുഖം മാറിക്കിട്ടി ഇപ്പോഴും ഇല്ല. പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ എല്ലാ ദിവസവും ഞാൻ കേൾക്കും. പഴയ ധ്യാനങ്ങൾ ഒക്കെ അച്ഛനെ മുൻപേ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനെല്ലാം ധ്യാനങ്ങളൊക്കെ മുമ്പേ കേൾക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് അച്ഛൻ ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഷുഗർ ഭയങ്കര 300-നൊക്കെ മേലെയായിരുന്നു എന്നും. അപ്പം ഞാൻ ടോക്കുകളുടെ അവസാനം അച്ഛനിങ്ങനെ രോഗശാന്തി പ്രാർത്ഥനയ്ക്കൊക്കെ പറയുമ്പോൾ എനിക്ക് അച്ഛനങ്ങനെ ഷുഗർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് അങ്ങനെ അധികം ഇത് കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിയുമ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ വിട്ടുപോയ കാര്യങ്ങൾ മക്കളെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ഇത് മാത്രം ഇങ്ങനെ എന്നും ഷുഗർ എൻ്റെ നോർമലാക്കി തരണേന്നൊക്കെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഷുഗർ നോർമലാണ്. എനിക്കിപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചൊല്ലി കഴിയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോഴും ഉപ്പ് നാവിലിട്ട് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഷുഗർ ഒക്കെ നോർമലായി കിട്ടണമെന്ന്. അങ്ങനെ എനിക്ക് ഷുഗറൊക്കെ നോർമലായി കിട്ടി. പിന്നെ എൻ്റെ മോൻ്റെ കുഞ്ഞിന് ഒരു പ്രാവശ്യം കടുത്ത പനിയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രി മുഴുവൻ ഞങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാതാവിൻ്റെ ഈ തൈലമൊക്കെ പുരട്ടിയാണ് അവൾക്ക് സൗഖ്യം കിട്ടിയത്. കാരണം മരുന്നൊക്കെ കൊടുത്തിട്ട് അവൾക്ക് കുറവില്ലായിരുന്നു. 2-3 ദിവസമൊക്കെ ഭയങ്കര പനിയായിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി തൈലമൊക്കെ പുരട്ടി രാത്രി ഉള്ള ഉറക്കം കെടുത്തുമ്പോഴേ അങ്ങനെ പനി കുറഞ്ഞ് ഒക്കെ ഞങ്ങൾക്ക് നല്ല അനുഭവമായിരുന്നു അത്. മാതാവിൻ്റെ തൈലവും ഉപ്പൊക്കെ കൊണ്ട് ഞങ്ങൾ രോഗശാന്തി കിട്ടിയത്. പിന്നെ ഞാൻ
പ്രേക്ഷിത പ്രവർത്തനം പത്രം ഒരുപാട് പത്രം ഞാനല്ലാതെയും ഇവിടെ വരാറുണ്ട്. ഞാൻ ഉടമ്പടി പുതുക്കാനും എടുക്കാനും അല്ലാതെയും ഇടയ്ക്ക് വരാറുണ്ട്. വരുമ്പോഴൊക്കെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ കുറേ ദൂരത്തൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളുടെ ഇടയിലൊക്കെ കൊടുക്കുമായിരുന്നു. കാരണം പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഞാൻ ചിന്തിക്കും എൻ്റെ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണല്ലോ അവർ വരുന്നത്. അപ്പോൾ ഈ പത്രം അവർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ കൊടുക്കുവാൻ നോവേന ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ സാധാരണക്കാർ മരുന്നില്ലാതെ മരുന്നിന് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളെയൊക്കെ എൻ്റെ കഴിവിലാവുന്ന വിധം ഞാൻ ഞാനും എൻ്റെ വീട്ടുകാരെ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എല്ലാത്തിലും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളൊരു വെറും എന്തെന്ന് പറയുന്ന ഒരു നാമം മാത്രം ക്രിസ്ത്യാനികൾ മാത്രമായിരുന്നു. വിശ്വാസം ഉണ്ട്, അത്ര വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് പള്ളിയിൽ പോകണമെന്നോ വിളിച്ചാൽ വരില്ല, അങ്ങനെയൊന്നും പോകാൻ താല്പര്യം. ഞാനും ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകാറുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എൻ്റെ മക്കൾക്കുമൊക്കെ നല്ല വിശ്വാസമായി. അദ്ദേഹത്തിനും എന്നിൽ കൂടുതൽ വിശ്വാസം അദ്ദേഹത്തിനായി. ഞങ്ങൾ ആത്മീയമായിട്ട് ഞങ്ങളുടെ വീട് ഒരുപാട് മുമ്പിലാണ്. ഇപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും രാവിലെയും വൈകിട്ടും ഒക്കെ കൊന്തയെല്ലാനും ഒക്കെ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ആൾക്കും മടിയൊന്നും ഇല്ലാതെ പ്രാർത്ഥിക്കാനും പള്ളി പോകാനൊക്കെ ഉള്ള ഇത് ഉണ്ടായത് ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന് എനിക്ക് നന്നായിട്ട് നല്ല ഉറച്ച വിശ്വാസമായി ഞങ്ങൾക്ക്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന